ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നേ. എണീറ്റപ്പോഴേ ജോലിയെല്ലാം നേരത്തെ ഒതുക്കി എല്ലാം നേരത്തെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ല കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ചൂടിനൊക്കെ കുറച്ച് ഒരു ശമനമൊക്കെ ഉണ്ട്. ഇന്നലത്തെ അത്രയൊന്നും ചൂടിന്നില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നടക്കാനൊക്കെ ഒന്ന് ഇറങ്ങി. വൈകുന്നേരം ആയപ്പോഴത്തേന് നടക്കാൻ ഇറങ്ങി. അപ്പം ഇഷ്ടംപോലെ മുല്ലപ്പൂക്കൾ നിൽക്കുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ കുറച്ച് മുല്ലപ്പൂക്കളൊക്കെ പിച്ചിട്ട് വിചാരിച്ചു കുറേ നാളായി മുല്ലപ്പൂവൊക്കെ എടുത്ത് മാല കെട്ടിയിട്ടൊക്കെ. അപ്പോൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ ഞാൻ വീട്ടിലേക്ക് പിച്ചിക്കൊണ്ട് വന്നേ. ഇവിടെ ആണെങ്കിൽ കുറേ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത്രയൊന്നും അല്ല, പിച്ചിക്കഴിഞ്ഞാൽ ഇത് നിറച്ച് വിടാനുള്ള മുല്ലപ്പൂക്കൾ അത്രയ്ക്കും ഇഷ്ടം പോലെ നല്ലതായിട്ട് നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് പിച്ചി, കുറച്ച് മാത്രം. ഒരുപാട് വെച്ചിട്ട് വേസ്റ്റായി പോകണ്ടല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ ഈ മുല്ലപ്പൂവൊക്കെ ആണെങ്കിൽ എത്ര കിട്ടിയാലും മതിയാവത്തില്ലായിരുന്നു. അങ്ങനെ അത് കെട്ടാനായിട്ട് പണ്ടൊക്കെ വാഴനാരിലല്ലായിരുന്നു കെട്ടുന്നത്. ഇവിടെ ഇപ്പം മെനക്കെട്ടില്ല. അപ്പോൾ ഞാൻ അല്ലാത്ത നൂലെടുത്തിട്ട് ഇങ്ങനെ കെട്ടാനായിട്ട് ഇരുന്നേ. അപ്പോൾ ആദ്യം ഇങ്ങനെ ഞാൻ വിചാരിച്ച അല്ലാതെ കെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തോ കുറേ നാൾക്ക് ശേഷം ആയതുകൊണ്ടായിരിക്കും അങ്ങോട്ട് ആ രീതിയിൽ വരുന്നില്ല. എല്ലാം ഇങ്ങനെ കെട്ടുന്നതൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുമായിരുന്നു. പണ്ട് സ്ഥിരം ഇങ്ങനെ കെട്ടുന്നുണ്ട് ഇങ്ങനെ നല്ലതായിട്ട് വരുമായിരുന്നു. ഇപ്പോൾ എന്തോ ഒരുപാട് നാളായതുകൊണ്ട് ആയിരിക്കും അതെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു പോകുമായിരുന്നു കെട്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ സൂചി എടുത്തിട്ട് കോർക്കാണ്. അങ്ങനെ ഞാൻ പിന്നെ ലാസ്റ്റ് ഇങ്ങനെ സൂചിയിലാണ് ഇങ്ങനെ കോർത്ത് വരുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമൊക്കെ കിട്ടും. പണ്ടത്തെ ഓരോ ഓർമ്മകൾ, പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഇഷ്ടംപോലെ മുല്ലപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അനിയത്തിമാരും ഒക്കെ ആയിട്ട് നമ്മൾ അടിയിടുന്നതും അതും വെക്കേഷൻ സമയമൊക്കെ അല്ലേ, എല്ലാവരും കാണുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അന്ന് ഇഷ്ടംപോലെ മുല്ലപ്പൂ ഉണ്ടെങ്കിലും നമ്മൾ തലേന്നേ അടിയുണ്ടാക്കി ഇങ്ങനെ മുട്ട തന്നെ പിച്ചി മാറ്റി വെക്കും. എന്നിട്ട് അത് എണ്ണീട്ടൊക്കെയാണ് ഓരോരുത്തർക്കും വീതിച്ചൊക്കെ എടുക്കുന്നത്. എന്നിട്ട് നീളം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചൊക്കെ ഇടുക. എന്നിട്ട് ഫ്രണ്ടിലോട്ട് മുല്ലപ്പൂ ഇങ്ങനെ വെക്കുക. അതൊക്കെ ഒരു രസമുള്ള കാര്യമായിരുന്നു. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ചിരിയും ഒരു പ്രത്യേക ആ കാലങ്ങളൊക്കെ അങ്ങ് മിസ് ചെയ്തു പോലെ തോന്നുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, അതൊന്നും റിവേഴ്സ് ആക്കാൻ പറ്റത്തില്ലല്ലോ. അതൊന്നും ഒന്നുകൂടെ പോയി ആ രീതിയിൽ ചെയ്യാനും ജീവിക്കാനും ഒന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുമല്ലേ ഓരോ. പക്ഷേ ഇനി കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ ഈ കാലം നമ്മൾ മിസ് ചെയ്യുമായിരിക്കും. അങ്ങനെ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പോവല്ലേ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രാത്രിയിലത്തെ മാർക്കറ്റിലൊന്ന് പോയി. മാർക്കറ്റിൽ പോയപ്പം അവിടെ ആണെങ്കിൽ നല്ല മീൻ, അതായത് നല്ല ഫ്രഷ് മീനുണ്ടായിരുന്നു. നല്ല പിടയ്ക്കുന്ന മീനൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ടൈപ്പ് മീനൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ വിഷുവൊക്കെ വരുമല്ലേ, അതുകൊണ്ട് തന്നെ കേരള സ്റ്റോർ മറ്റേ മലയാളി കട പോലത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ടിന്ന് വേണമായിരുന്നു. അങ്ങനെ ടിന്ന് നോക്കാൻ കയറിയതാണേ. പക്ഷേ ഞാൻ അവിടെ നിന്നൊന്നും എടുത്തില്ല, ഭയങ്കര വില കൂടുതലായിരുന്നു നോക്കിയപ്പം. പിന്നെ എനിക്കങ്ങനെ അധികം ഇഷ്ടപ്പെട്ടതുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് മേടിക്കണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോന്നിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വിലയൊക്കെ നോക്കിയിട്ട് എടുത്ത് താഴെ വെക്കുമായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഈ ടിന്നൊക്കെ നോക്കിയിട്ട് വേറൊരു കടയിലും ഞങ്ങൾ കയറിയായിരുന്നു. പക്ഷേ അവിടുന്ന് എനിക്കങ്ങനെ ഭയങ്കര വില കൂടുതലായിട്ട് തോന്നി. അപ്പോൾ വിചാരിച്ചെന്നാൽ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കാം, അങ്ങനെ ഓൺലൈനിൽ വല്ലതും മേടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ അവിടെ താത്ത് വെച്ചിട്ട് പിന്നെ അത് വീട്ടിൽ ചെന്നിട്ട് പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിഷുവിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കുഞ്ഞു ചക്കയൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ. അതൊന്നും വാങ്ങിയില്ല. പക്ഷേ ഇനിയിപ്പോൾ ദിവസം ഉണ്ടല്ലോ. പിന്നെ ഇവിടുന്ന് ആകെ എടുത്തത് വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു, അത്രയും. അപ്പോൾ വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.